ഈ വണ്ടിയിൽ എങ്ങനെ കേറാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത്ര ആടി ആടി നിൽക്കുന്ന നിങ്ങള് വണ്ടിയുടെ താക്കോല് ഞാൻ തരത്തില്ല. വണ്ടി ഞാനും കൊണ്ടുപോവുക കേട്ടാ. വേറെ എന്നെയും കൂടെ കൊണ്ടുപോകും. അപ്പൊ എന്നെ കൂടി കൊണ്ടുപോകുന്നു. എങ്ങനെയുണ്ട്? ഞാൻ ഇനി എവിടെ പോവാനാ? വീട്ടിൽ പോകാം. നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പറ്റുമോ? വണ്ടിയല്ലേ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇനി ഞാൻ എവിടെ പോകാനാണെന്ന് എങ്ങനെയുണ്ട്? ഇതിപ്പോ അവരെ ഇദ്ദേഹം കൊണ്ടുപോകണം, ഈ ഓഫീസർ കൊണ്ടുപോകണമെന്നാ പറയുന്നത്. ഈ തിരുവല്ല നീ പരുവത്തിനാണോ ഇവിടം വരെ വന്നത്? അടിച്ച് പാമ്പായിട്ട് വണ്ടി ഓടിച്ചിട്ട് എന്തൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് മനുഷ്യന്മാരെ കഥ. എങ്ങനെയാണ് ഇവര് റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചു കൊണ്ടുവന്നത്? എത്ര പാവങ്ങള് ഇതിന് ഓപ്പോസിറ്റായിട്ട് കടന്നു പോണ്ടാവും. മടവ് അങ്ങനെയല്ല, വന്ന വഴിക്കിട്ട് എനിക്ക് പുനലൂര് വെച്ചിട്ടാണ് ഞാൻ ഇത്തിരി കഴിച്ചത്. സത്യം. പിന്നെ തിരുവല്ല ഗോഡൌണി കഴിച്ചെന്ന് പറഞ്ഞ അത് രാവിലെ കഴിച്ചു. പിന്നെ പുല്ലൂര് ഇറങ്ങി കഴിച്ചു. അത് രാവിലെ അല്ലേ? പിന്നെ പുനലൂര് വന്നപ്പോ കുറച്ചുകൂടി കുടിച്ചു. ഈ ജാതി കുടി എന്റെ ഒടി എന്ത് ചെയ്യും? ഇനി എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല. ഈ വെള്ളം അടിച്ചിട്ട് ആരെങ്കിലും കൊണ്ടുപോയി വണ്ടി ഇടിച്ചാലും തോയും. അങ്ങനെ ഒന്നും പറ്റൂല. ഞാൻ ഇത്തിരി പിടിച്ചാൽ തിരിഞ്ഞില്ലെങ്കിലും അത് തിരിഞ്ഞു പോകും. 10 വർഷമായി അത്. ഇല്ല ഞാൻ ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞിങ്ങോട്ട് വരും വണ്ടി. ഒന്നുമില്ലെങ്കിൽ 10-13 വർഷമായിട്ട് ഞാൻ ഓടിക്കുന്ന വണ്ടിയില്ലേ. നമ്മൾ സ്ഥിരം ഓടിക്കുന്ന വണ്ടിയാകുമ്പോൾ അത് സ്ഥിരമായിട്ട് തിരിഞ്ഞു മറിഞ്ഞു വരും. അതാണ് കണക്ക്. ഊപ്പില് പറഞ്ഞ കണക്ക്. എന്ത് ചെയ്യും? ഈ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ അറിയാമോ? പറ്റിപ്പോയിന്ന് ഞാൻ പറഞ്ഞില്ലേ. പറ്റിപ്പോയി. അത് പറ്റിപ്പോയി പറഞ്ഞില്ലേ? എന്ത് കൂളായിട്ടാണ് പറ്റിപ്പോയി എന്ന് പറഞ്ഞത്? ഇവരൊക്കെ എന്ത് കരുതിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്? ഫുൾ ഫിറ്റായിട്ട് ലോറിയൊക്കെ ഓടിച്ച് ഇത്രയും വലിയ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് മറ്റുള്ള വണ്ടികൾക്ക് കൂടി അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ ഇദ്ദേഹം പറയണ നോക്ക്. വളരെ കൂളായിട്ടാണ് പറയുന്നത് ആള്. നീ വെള്ളം അടിച്ചിട്ട് എവിടം വരെ പോയി? രാവിലെ കഴിച്ചാന്നോ? രാവിലെ എവിടെ നിന്ന് വെള്ളം അടിച്ചത്? ഗോഡൌണിന്നാണോ വെള്ളം അടിച്ചേ? ബാറില്ലാത്തോണ്ട് വെള്ളം അവിടെ മേടിച്ച് വെക്കുമായിരുന്നു. ലോക്കലിൽ കിട്ടുന്ന സാധനം അങ്ങനെ കഴിച്ചാണ്. അതുകൊണ്ട് പറ്റിയത്. പിന്നെ അടിച്ച് ഫിറ്റായത് കൊണ്ട് പിന്നെ എല്ലാം തത്ത പറയുന്ന പോലെ സത്യം പറയുന്നുണ്ട്. ഗോഡൌണിൽ നിന്ന് കള്ള തരത്തിൽ മേടിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് അടിച്ചു. ബാറൊന്നും ഇല്ലല്ലോ. ബാറുണ്ടായിരുന്നെങ്കിൽ ബാറിൽ നിന്ന് അടിച്ചേനെ. എവിടുന്നാ കഴിച്ചത്? ഗോഡൌണിന്നോ? ഗോഡൌൺ എവിടാ? തിരുവല്ലന്നാണോ? അവിടെ നിന്നാണോ വെള്ളം അടിച്ചിട്ട് ഈ വണ്ടി ഇവിടം വരെ ഓടിച്ചോണ്ട് വന്നേ? ഇത് ഇനിയും പോകും. എവിടെ വരെ പോകുന്നുള്ളത് ആർക്കാ? ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ആളുടെ ഒരു കോൺഫിഡൻറ്റ് നോക്ക്. കോൺഫിഡൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിനിയും പോകും. പിടിച്ചോടുത്ത് പിടിയും തിരിയും വളയും എന്തൊക്കെ പറയുന്നത്. പക്ഷെ അപ്പോഴും ഇവിടെ എന്താ വെച്ച് കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒന്നും വരൂല്ല എനിക്ക്. എന്ത് പറ്റി? എന്നാലും മുതലാളി പറഞ്ഞില്ലേ എന്റെ താക്കോല് മേടിച്ചു നോക്കാൻ. എന്റെ താക്കോല് തമ്മിലേലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഇട്ടിട്ട് എന്ത് വിഷമായെന്നറിയോ? അവന്റെ വിഷമം ചോദിച്ചു നോക്കി. അവന് എന്തൊരു വിഷമായെന്നറിയോ? പ്രത്യേകിച്ച് പിന്നെ മുതലാളി എന്ന് പറയുന്നുണ്ട്. ആരത് മനസ്സിലാവുന്നില്ല. മുതലാളി ചായ അടിച്ചേക്കാൻ പറഞ്ഞില്ലേ? എന്തൊരു വിഷമായെന്നറിയോ? അവന്റെ വിഷമം ശരിക്കും തീർത്തു കൊടുക്കണ്ടേ? ലൈസൻസ് പോയി. ലൈസൻസ് എന്നേക്കുമായിട്ട് ഞാൻ കട്ട് ചെയ്ത്. ഇനി വെള്ളം അടിച്ച് ഇനി ഇങ്ങനെയുള്ള ഒരു വണ്ടി ഓടിക്കണ്ട. വെള്ളം അടിച്ചിട്ടേ വണ്ടി ഓടിക്കുന്നവര് വണ്ടി റോഡിൽ ഓടിക്കണ്ട. ഈ ആരെങ്കിലും ചെന്ന് ഇടിച്ചാർക്കെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ എന്തോ ഇതന്നെയായിരുന്നു. അതുപോലെ ഈ വണ്ടി അങ്ങോട്ടും ഓടയിലെങ്ങാനും മറിഞ്ഞ എന്തോ ഇതന്നെയായിരുന്നു. ഈ വണ്ടിയിൽ എങ്ങനെ കേറാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത്ര ആടി ആടി നിൽക്കുന്ന നിങ്ങള്. ഇനി നിങ്ങൾക്ക് എന്റെ മുട്ടില് കുടിക്കാതായിരിക്കും. അല്ലാണ്ട് വേറെ എനിക്ക് നടക്കണില്ല. ഒരു കുഴപ്പമില്ല. എവിടം വരെ പോണ്ടേ ഈ വണ്ടിക്കകത്ത്? തിരുനെൽവേലിക്കാണ് പോണ്ടത്. ഉണ്ടിപ്പടക്കി ഇനി പോണില്ലെന്ന്. ഇനി പോണില്ലത്രേ. പാവം അവന് പോവാൻ പറ്റില്ലെന്ന്. ഈ വണ്ടിയിലല്ലേ വന്നേ? ഈ വണ്ടിയിൽ അങ്ങോട്ട് നോക്ക്. ഈ വണ്ടിയുടെ നമ്പർ ഒന്ന് വായിരേ, കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മൊത്തം വായിരേ. ഇത് ശരിയാണോ? ഇത്രയും വലിയ വണ്ടി വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് ശരിയാണോ? എന്നാലും വണ്ടി ഓടിച്ചോളുന്നത് ശരിയാണോ? മാറേക്ക്. അത് ശരിയല്ല. അങ്ങനെ ചെയ്തു അത് ശരിയില്ല. പറ്റിപ്പോയി. അത് ശരിയില്ല. ഞാൻ എന്തെല്ലാം പറഞ്ഞു. നീ ഒരിക്കലും ഉണ്ടാവില്ല എന്നും പറഞ്ഞില്ല. സത്യമായിട്ടും പറഞ്ഞില്ല. വണ്ടിയുടെ താക്കോല് ഞാൻ തരത്തില്ല. വണ്ടി ഞാനും കൊണ്ടുപോവുക കേട്ടാ. എന്തായാലും ആ ഓഫീസർ നല്ല മാന്യമായിട്ടാണ് അദ്ദേഹത്തിനോട് പെരുമാറുന്നത്.
നമുക്കിതിന്ന് എന്ത് മനസ്സിലായി? ഞാൻ ഇത് കുറേ ചിരിക്കാനോ രസിക്കാനോ വേണ്ടി പറഞ്ഞല്ല. അവൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ചിരി വരും. അതൊന്ന് കാരണം അത്രയ്ക്കും നിഷ്കളങ്കനായിട്ടുള്ളൊരു ഡ്രൈവർ പോലെയാണ് അവൻ്റെ സംസാരം. പക്ഷേ ഒരുപാട് വണ്ടികൾ ഓടുന്ന ഈ റോട്ടിലൂടെ ഇവർ ഇത്രയും മദ്യപിച്ച് ലക്കില്ലാതെ പോകുമ്പോൾ മറ്റുള്ളവർക്ക് എത്രയും നിഷ്കളങ്കരായ ആൾക്കാർ മറ്റുള്ളൊരു റോട്ടിൽ കൂടെ പോകുന്നുണ്ടാവും. അവരെയും കൂടി ഇടിച്ച് തെറിപ്പിക്കാനായിട്ടാണ് ഇത്തരം വണ്ടിക്കാർ വെള്ളം അടിച്ചിട്ടൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം വെച്ചാൽ നിങ്ങൾ മദ്യപിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ വണ്ടി ഓടിക്കാതിരിക്കുക. അദ്ദേഹം പറയുന്നത് ഇത് ഓടിച്ചാലേ ഇത് അടിച്ചാലേ ഇത് ഓടിക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമല്ല. എത്രയോ ആൾക്കാർ നമ്മളൊക്കെ ഡ്രൈവിങ് നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഡ്രൈവിങ് ചെയ്യുന്ന എല്ലാവരായാലും മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക. അതുപോലെ ഉറക്കം വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും റോഡ് സൈഡിലൊക്കെ സൈഡാക്കി നിർത്തി ഉറങ്ങി നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വേണം യാത്ര ചെയ്യാൻ. എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുതിര കയറി മറ്റുള്ളവരെ മേലെ പോയിട്ട് വണ്ടി ഇടിച്ച് കയറിയിട്ട് അവരും കൂടി കൊലക്കി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ.